അപ്പം മക്കളെ ഇതാണ് ആക്ച്വലി ഗ്ലേഷ്യർ കേവ് കേട്ടോ. ഇത് ശരിക്കും ഐസാണ്, ഐസ് കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള സെറ്റപ്പാണ്. അതാ പൊളിഞ്ഞു വീണതാട്ടോ. കേരള, യു ഹേർഡ് അബൌട്ട് കേരള? കേരള ഇതിന്റെ ടോപ്പ് വ്യൂ ഇങ്ങനെയാണ് കേട്ടോ. ഇത് നമ്മൾ എവിടെ വരെ എത്തും എന്നറിയില്ല, അവിടെ എത്തുമെന്നറിയില്ല, കാരണം അത്രക്കും തണുപ്പാണ്. നമ്മളിതാ ഫ്ലയർ അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. അടുത്ത സെക്ഷനിലേക്ക് കാർഡ് എടുക്കുന്നു, കാർഡ് കാണിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്ത സെറ്റപ്പിൽ കയറിക്കണേ. എനിക്ക് പേടിയുണ്ട്, റബ്ബേ പേടിയുണ്ട്. കണ്ണുമ്പിക്കോളെ. അയ്യോ മോനെ, ഞാൻ അമീറോയി കണ്ണുമ്പീണോ? ഞാൻ മേലോക്കെ കണ്ടില്ല. ഫോണൊക്കെ നോക്കട്ടോ. ഇതാക്കിക്കോ, ഇളക്കണ്ട. എനിക്ക് തലർക്കണ്ട കേട്ടോ. ഒച്ചനാക്കല്ലേ. ഇപ്പൊ ഇന്നാള് ഇങ്ങനെ തന്നെയാണ്. ഞങ്ങളൊരിടത്ത് പോയി വ്ളോഗിനെ പറ്റി പറയാനുള്ളത് അമേസിംഗ് ആണ്, പക്ഷേ വെരി ഇൻട്രസ്റ്റിംഗ് ഒക്കെയാണ്, വെരി ഡേഞ്ചർ ആണ്. അല്ല ഇത് ഇനി അടിക്ക് പോകുന്നുണ്ട്. അല്ല ഇവിടുന്ന് കഴിഞ്ഞ് അല്ല ഇതിൽ റൊട്ടേറ്റ് അങ്ങോട്ട് താട്ടാ. നമുക്ക് അവിടെ ഇറങ്ങിട്ട് അങ്ങനെ ക്രോസ് ഇറങ്ങി പോകാൻ പറ്റുമോ? ഇവിടെ അപ്പൊ നമ്മുടെ ഈ ഐസ് പ്ലെയർ നേരെ ഒരു റൗണ്ട് വന്നു. നെക്സ്റ്റ് ഇതാ തിരിച്ച് അതേപോലെ തന്നെ തിരിച്ചങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഫോണ് കയ്യിൽ ഇവിടുന്ന് നമുക്ക് മെയിൻ ആയിട്ട് കാണുന്ന കാഴ്ചകൾ ഇതാ ഐസ്ബർഗ് തന്നെയാണ്. ഐസിന്റെ ആ ഒരു സെറ്റപ്പ് തന്നെ കാണുന്നത്. അമീർ ഭായ് എന്തൊക്കെയാണ്? വ്യത്യസ്തമായ നടുവിൽ തന്നെ വളരെ വ്യത്യസ്തമായ കാഴ്ച. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രക്കും അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു യാത്ര പോകുന്നത്, അതുപോലെ തന്നെ ഒരു ജേണി പോകുന്നത്. ആക്ച്വലി അഡ്വഞ്ചറസ് ആയിട്ടുള്ള സംഭവം ആദ്യമായിട്ടാണ് പോണത്. ഞാനിങ്ങനെ ഹൈറ്റ് ഉള്ളതിൽ കയറാറില്ല, പക്ഷെ എന്തോ അറിയില്ല, നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ ഒരു വൈബ് കാരണം ഞാനും കേറി. ഞങ്ങളുടെ ഒരു മനോധൈര്യം എസ്പെഷ്യലി അമീർ ഭായ് അതെന്ന ഒരു മോട്ടിവേഷൻ കാരണമാണ് ഞാൻ ഇതിൽ വരാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും എനിക്ക് സംഭവിച്ചാൽ അമീർ ഭായിയുടെ കുടുംബവും എന്റെ കുടുംബത്തെ ഏറ്റെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത്, ഇവനെ ഏറ്റെടുത്ത് ഇത്ര നടത്തിയ സ്ഥിതിക്ക് ഇവരെ കുടുംബത്തെ ഏറ്റെടുക്കാൻ നമുക്ക് വളരെ സിമ്പിൾ ആയിരിക്കും. അതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ എനിക്ക് തോന്നുന്നത് അമീർ ഭായ് കണ്ണടച്ചിട്ടാണ് ഈ വാക്കുകളൊക്കെ ഉരുവിടുന്നത്. കണ്ണടക്കാതെ ആർക്കും പരിശോധിക്കാം. മിനിമം രണ്ടാളായിട്ടുണ്ടോ ഐസ്? അതാ പൊളിഞ്ഞു വീണതാട്ടോ. പഴയ ഇവിടെ ഇറങ്ങി നടക്കാനുള്ള സംഭവം. പക്ഷെ നിങ്ങൾ എനിക്കിതുള്ള ആൻസർ തന്നിട്ടില്ല. ഈ മെറ്റീരിയൽ എങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇത്ര ഹൈറ്റിലേക്ക്? മെറ്റീരിയൽ മറ്റേ ക്രെയിനാന്ന് ഇതൊക്കെ ഉപയോഗിക്കണേ. ഒരിക്കലല്ല ക്രെയിൻ. എന്ത് ക്രെയിൻ? മറ്റേ അടിക്കണ താഴെ അടിക്കണ. ഫോട്ടോ കമ്മിങ് അപ്പ്. കഴിഞ്ഞിട്ട് സ്മൈൽ ചെയ്യാം. നമ്മുടെ സേഫ് സോണിലൊക്കെ എത്തട്ടെ. ഇവിടെ ഇറങ്ങിയെന്നുള്ളതാണ് തെളിവാണത്. അപ്പോൾ അതിമനോഹരമായിട്ട് ഞങ്ങളത് കഴിഞ്ഞിരിക്കുന്നു. അതിമനോഹരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ മക്കളെ നമ്മളിതാ ഈ ഒരു ബ്രിഡ്ജിന്റെ മുകളിൽ കൂടെ അങ്ങോട്ട് പോണില്ല. എൻ്റെ ബ്രിഡ്ജിൻ്റെ മുകളിലൂടെ പേടിച്ചിട്ടാണെങ്കിലും ധൈര്യം സംഭവിച്ചിട്ട് ഇങ്ങനെ പോവാണ്. ഇതിൻ്റെ ടോപ്പ് വ്യൂ ഇങ്ങനെയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പിൽ ഒരു ചെറിയൊരു വ്യൂ പോയിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. മൈ ഗോഡ്. ഹായ്. അടുത്തതായിട്ട് നമ്മളിതാ ഈ ഹാങ്ങിങ് ബ്രിഡ്ജിൽ നിന്ന് നേരെ ഇറങ്ങി പോകുന്നത് ഗ്ലേഷ്യർ കേവ് അതിലേക്കാണ് പോകുന്നത്. ആ പോകുന്ന വഴിയിലൊക്കെ ഉണ്ടല്ലേ നല്ല
അരുവികൾ ഇങ്ങനെ ഒഴുകി ഒഴുകി പോകുന്ന കാഴ്ചകളാണ് കാണുന്നത്. സ്റ്റേഷൻ എക്സിറ്റ് ഗ്ലേഷ്യർ കേവ്. Station exit, Glacier Cave, restaurants, etc. are here. ഇതിപ്പോൾ നമ്മൾ ആ തുരങ്കത്തിൻ്റെ ഉള്ളിൽ കൂടെ പോകണം കേട്ടോ. ഇതാണ് ഗ്ലേഷ്യർ കേവ്. ഇത് ഗ്ലേഷ്യർ കേവ് എന്ന് പറയാൻ കാരണം ഇത് ഗ്ലേഷ്യർ ആയിട്ട് ഒരു കേവ് ആയതുകൊണ്ടാണ്. ജാവ ഈസ് പവർഫുൾ. ഈ ഒരു കേവ് ഒരുപാട് പോകുന്നുണ്ട്, ഒരുപാട് ഉള്ളിലോട്ട് ഇങ്ങനെ കേവ് പോകുന്നുണ്ട്. സംഭവം ഇതിൻ്റെ അകത്ത് കൂടെ പോകുമ്പോൾ വളരെ നല്ലൊരു ക്ലൈമറ്റ് കേട്ടോ, നല്ല തണുപ്പാണ് ഫീൽ ചെയ്യണത്. അപ്പം മക്കളെ ഇതാണ് ആക്ച്വലി ഗ്ലേഷ്യർ കേവ് കേട്ടോ. ഇത് ശരിക്കും ഐസാണ്, ഐസ് കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള സെറ്റപ്പാണ്. ഇത് നമ്മൾ എവിടെ വരെ എത്തുമെന്ന് അറിയില്ല, അവിടെ എത്തുമെന്ന് അറിയില്ല, കാരണം അത്രക്കും തണുപ്പാണ്. ഓ മൈ ഗോഡ്. അപ്പൊ മക്കളെ നമ്മളിത് ഏറ്റവും ഹാപ്പി ആയിട്ട് അനദർ മൊമെന്റ് ഇതുണ്ട്. ഇത് ഫുള്ള് ഐസിന്റെ ഐസ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഇരിപ്പിടമാണ്. അതിന്റെ മുകളിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ മാക്സിമം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. കാരണം പിന്നെ നല്ല ഐസാണ്, നല്ല തണുപ്പാണ്, കെട്ടിമറി വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. അതുപോലെ ഈ ഒരു സംഭവം ഇവിടെ വളരെ നൈസാണ്. കാരണം എന്താ വെച്ചാൽ പിന്നെ ബ്രീത്തിങ് ഇഷ്യൂ ഉള്ള ആളുകൾക്കൊക്കെ ഡെഫിനറ്റ്ലി നമുക്ക് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ബ്രീത്തിങ്ങിന് വേണ്ടിയിട്ടുള്ള സംഭവമാണ് ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ അകത്ത് ഉണ്ടല്ലേ ഓരോ കാഴ്ചകളുള്ളത്. ഇവിടെ കുറേ ആളുകൾ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. Come on next. Oh, we got all the lights. Oh, we need to get I kind of want, you know what I want. Well, I feel special in my birthday. Happy birthday, happy birthday to you. Happy birthday to you. Happy birthday to you. നമ്മൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ടീംസിനെ കിട്ടിയിട്ട് അവർ വളരെ മനോഹരമായിട്ട് നമ്മുടെ മലയാളീസിന്റെ ബർത്ത്ഡേ ആഘോഷിപ്പിച്ച് ആർമാദിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെ കൊണ്ട് കഴിയുള്ളൂ സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ ഈ കേവ് ഇതിൻ്റെ അകത്തുനിന്ന് നമ്മളിതാ പുറത്ത് പോകാനുള്ള പരിപാടിയാണ്. ഇവിടുന്ന് ഏകദേശം പുറത്തിറങ്ങിയാണ്. വളരെ സ്ലിപ്പായിട്ടുണ്ടായിരുന്നു. ഞാനവിടെ പിടിച്ചു, എൻ്റെ കൈ എന്തോ ഭാഗ്യത്തിന് അവിടെ ഹോൾഡ് ചെയ്തുകൊണ്ട് കൂടുതൽ ഒന്നും പറ്റില്ല. പക്ഷേ ഈ കൈ നല്ലൊരു വേദന ഉണ്ട്. ഈ കൈ അവിടെ അടിച്ചിട്ടുണ്ട് ഇറങ്ങുന്ന സമയത്ത്. എന്തായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് വേണ്ടി നമ്മൾ വീഡിയോ എടുക്കാൻ എന്ത് റിസ്ക് നമ്മൾ ഏറ്റെടുക്കുന്നതായിരിക്കും. അങ്ങനെ കേവിൻ്റെ അകത്തുനിന്ന് നമ്മളിതാ പുറത്തേക്ക് വന്നപ്പോൾ ബാക്ക് ടു കൂൾ ക്ലൈമറ്റ്, നല്ല ക്ലൈമറ്റിലേക്ക് വീണ്ടും നമ്മൾ എത്തിക്കണം. സോ എന്തായാലും ഫാദിക്ക എന്ത് പറയുന്നു ടോട്ടൽ എക്സ്പീരിയൻസ് ഇന്നത്തെ ഈ റൈഡിലെ? അമേസിംഗ് ആണ്, റിയലി നത്തിങ് ടു സേ. നിങ്ങൾ പോകണോ? ഇല്ലല്ലോ. എനിവേ കൈയൊക്കെ ആകെ കോച്ച് പിടിച്ചിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് വി ആർ റെഡി ടു ടേക്ക് എനി റിസ്ക്. അപ്പോൾ നമ്മൾ മച്ചാന്മാർ ഷോപ്പിലേക്ക് കയറിയിട്ടുണ്ട്. ഐ തിങ്ക് ദേ ആർ പ്ലാനിങ് ടു ബൈ സംതിങ് എൽസ്. സോ ഈ ഐസ് ബർഗറിൻ്റെ ഈ ഐസ്മാരൻ്റെ മുകളിലുള്ള ഒരു സെറ്റപ്പാണ് ഈ കാണുന്നത്. നല്ല ഐസായിരുന്നു. ഓക്കെ, രണ്ട് കൈ ഓട്ടിപ്പോയി. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് വരുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് വാങ്ങാൻ പറ്റിയ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഹായ് ബ്രോ, ഹൗ ആർ യു? വേർ ആർ യു ഫ്രം?
U.S. US. Oh, good. How you're the first time you're coming here? First time here. Yeah. First time. How was your experience? It's beautiful. Beautiful. Scared. You go on that bridge out there? Yeah, you didn't go? Yeah, no, You must try it because it's really adventurous, but it's really cool. You have to take good pictures and everything. Yeah, it's Your good name? Logan. Like you? Okay, I'm Shamir. So these are the friends we met from the highest area. They are from US. Where are you from? We are from India. Kerala, you heard about it? Which part? Kerala. Yeah, it's God's own country. We say God's own country, Kerala. First time here in Switzerland, so? Yeah, first time. Beautiful. Yeah, very beautiful. That's awesome. Okay, thank you. Bye bye. Good trip. Yeah. ഇതിൻ്റെ അകത്തുള്ള ഒരു ഷോപ്പിംഗ് മാളാണ്. ഇവിടെ ഡ്രസ്സിൻ്റെ ഒക്കെ ഒരു സെക്ഷനാണ്. ആണുങ്ങൾക്കൊക്കെ ഉള്ള ജാക്കറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയൊരു സെക്ഷനാണ്. അതുപോലെ തന്നെ നല്ല വെറൈറ്റി കളേഴ്സ്, മെയിൻലി സ്വിസിൻ്റെ ആ ഒരു കൺട്രി കളറൊക്കെ ആയിട്ട് മാച്ച് ആയിട്ടുള്ള കളേഴ്സ് തന്നെയാണ്. പക്ഷേ പ്രൈസ് കമ്പയറേറ്റ് ചെയ്യുമ്പം അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങുന്നില്ല. എന്തായാലും റിയാസ് നടന്ന് തളർന്ന് വെള്ളം കുടിക്കുന്നുണ്ട്. ഇവിടെ ഐസ് ഉണ്ട്. ഇവിടെ കോളൻ്റെ ക്യാബിൻ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് ഈ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൗണ്ടെയിൻസ് നമുക്ക് കാണാൻ പറ്റും. ഹാൻഡ് ഗ്ലൗസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട്. കീ ചെയിൻസ് ഉണ്ട്. അങ്ങനെ മോർ ആൻഡ് മോർ ഐറ്റംസ് അത്. Anyway, it's a great experience to shop from here. Inki Fadika, can I get one? Thank you. നമ്മളിതാ ഒരു ഐസ്ക്രീം മേടിച്ചിട്ടുണ്ട്. ഐസ്ബർഗ് നമ്മളൊന്ന് ഐസ്ക്രീം എക്സ്പീരിയൻസ് ഈസ് ഐ തിങ്ക് ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. അപ്പോൾ അതാ നമ്മുടെ അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞു. എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തു. സോ ഹായ്, താങ്ക് യു. So this is the time to leave from the highest place of the mountain. അപ്പോൾ മക്കളെ നമ്മള് ഇവിടെ ട്രിപ്പ് കഴിഞ്ഞ് താഴത്തേക്ക് പോകണം. അപ്പോൾ നമ്മള് കലാശക്കൊട്ടായിട്ട് നമ്മുടെ ഈ ഹൈ റേഞ്ച് മൗണ്ടൈന്റെ മുകളിൽ നിന്ന് ഒരു കലാശക്കൊട്ട്, അമീർ ഭായിയുടെ നേതൃത്വത്തിൽ കലാശക്കൊട്ട്. റെഡി, 1 2 3. ഇൻറട്ടം ഗുജറാത്തി കടല കെട്ടിയ മലയാളി പെണ്ണാണു ഞാൻ, പഞ്ചാബി കൊഞ്ചു മലവാട്ടി പെണ്ണാണു ഞാൻ. അടുപ്പാമ്പേ ആടാടുപ്പാമ്പേ ആടാടുപ്പാമ്പേ അടുപ്പാമ്പേ ആടാടുപ്പാമ്പേ ആടാടുപ്പാമ്പേ. സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാരണ കയ്യിൽ ഉണ്ടു പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. അപ്പൊ മക്കളെ നമ്മളുടെ ട്രിപ്പ് ഇതായ സെക്കൻഡ് ബസ് ഡേ ട്രിപ്പ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവരും വളരെ വൈബ്രന്റ് ആയി, വളരെ ഹാപ്പി ആയി, വളരെ എൻജോയ് ചെയ്ത് ഇവിടെ നിൽക്കുന്നു. സോ ഇന്നത്തെ ഈ ഒരു ട്രിപ്പ് ഇതായി ഇവിടെ അവസാനിക്കുന്നു. മറ്റു നല്ല കിടലൻ എപ്പിസോഡുമായി നമുക്ക് നാളെ കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ്.